ഹോർമുസിനെ നിയന്ത്രിക്കാൻ പുതിയ സൈനിക ട്രൂപ്പിനെ പ്രഖ്യാപിച്ച് ഇറാൻ്റെ പാർലമെൻറ്റ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ പുതിയൊരു പ്രമേയം വരുന്നു. ഹോർമുസിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന സമയത്ത് ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹോർമുസിനെ സംരക്ഷിക്കുകയും അതിനെതിരെ വരുന്ന ഏത് വിധത്തിലുള്ള ശത്രുവയാണെങ്കിലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുമുള്ള ഒരു പ്രമേയം വരികയും അത് പാസ്സാക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ഒരു ട്രൂപ്പിനെ തന്നെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിന്യസിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ട്രൂപ്പിനായിരിക്കും ഇനി മേലിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ഈ ഹോർമുസ് കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ചുമത്തുന്നതും അതിൽ പണം വാങ്ങുന്നതും അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഈ ട്രൂപ്പ് ഏറ്റെടുക്കണം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ ഇപ്പോൾ ഉരുത്തിരിയുന്ന വിഷയകാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നപരിഹാരത്തിന് അതല്ലെങ്കിൽ ഇറാനിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ യാത്ര അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് നടത്തിയത്. എന്നാൽ ചൈന മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശം ഇറാൻ്റെ വിഷയം 2ാം ഘട്ടത്തിലാണെന്നും ചൈനയുടെ വിഷയത്തിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ പല ഘട്ടങ്ങളിലും അമേരിക്ക ഇടപെടുന്നത് അവസാനിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കർക്കശമായിരിക്കുന്ന ഒരു നിലപാടാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായത്. ഇത് അപ്രതീക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയങ്ങളെല്ലാം ലോകത്താകമാനം ബാധിക്കുന്ന വിഷയമാണ്. അതിന് ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. ട്രംപ് ആക്രമിച്ചതോട് കൂടിയിട്ടാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ തന്നെ ഇറാൻ തീരുമാനിച്ചത്. കാര്യം എന്ന് വെച്ചാൽ അതൊരു സ്വതന്ത്ര പാതയായിട്ട് കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഇടമായിരുന്നു. അത് ഈ ഇറാൻ്റെ തീരം ചേർന്നിട്ടാണെങ്കിൽ പോലും അവരതിൽ ഇടപെടാറില്ല. എന്നാൽ അമേരിക്ക ആക്രമിച്ചതോട് കൂടിയിട്ട് അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഹോർമുസ് എന്ന് പറയുന്ന കടൽ തങ്ങൾ അതിൽ പ്രതിരോധമുണ്ടാക്കും, ഈ ഉപരോധമുണ്ടാക്കും, പിന്നീട് ഒരു കപ്പൽ പോലും പോകാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥ ഉണ്ടാവും. തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾ പ്രയാസപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരിണത ഫലം ലോകം മുഴുവനും അനുഭവിക്കും എന്നുള്ളൊരു വാർണിംഗ് തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ യുദ്ധവിജയം ഉണ്ടാവുന്നില്ല. എന്നാലോ ലോകത്തിൻ്റെ പൈ കേൾക്കേണ്ട ഒരു പരിസ്ഥിതി നിലവിലുണ്ട് താനും. മറ്റേതെങ്കിലും ലോകരാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നില്ല. അങ്ങനെ ആകെ പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അമേരിക്ക ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ആക്രമണം കൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള മാരകമായിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും അത് സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ചും അത് ഉപയോഗിക്കുന്ന സൈനികരെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനത്തെക്കുറിച്ചും ഇപ്പോഴും അമേരിക്കക്ക് അജ്ഞാതമാണ്. ഏതൊക്കെ തരത്തിൽ എത്രത്തോളം പ്രേരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ശത്രുവിനെ കീഴടക്കാനോ അവരുടെ വിഷയത്തിൽ ഇടപെടാനോ സാധിക്കൂ. അതിപ്പോഴും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല, ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇനി തിരിച്ചു പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശത്തിലുള്ള പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൻ്റെ എല്ലാവിധ രഹസ്യങ്ങളും ഇറാന് ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്കാൻ പാകത്തിലുള്ള മിസൈലിൻ്റെ നിർമ്മിതികളൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലാണ് ഈ വിഷയകാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രത്യേകമായിരിക്കുന്ന വിങ് ആയിരിക്കും അതിനെ പ്രതിരോധിക്കേണ്ടത്. ഇപ്പോൾ അറേബ്യൻ കടലിലും അതിന് ചുറ്റുഭാഗത്തുമുള്ള ഡിസ്ട്രോയിഡ് കപ്പലാണെങ്കിലും യുദ്ധക്കപ്പലാണെങ്കിലും അതിന് സൈനികരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി അത് മുഴുവൻ ശേഖരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഇറാൻ അത് മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. തങ്ങളുടെ ആയുധത്തിന് വലിയ രീതിയിലുള്ള മൂർച്ചയുണ്ട്. അത് അനുഭവിച്ചവരാണ് ഇസ്രായേലും അമേരിക്കയും. അതിൻ്റെ തുടർചലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ, നയതന്ത്ര തലത്തിലുള്ള സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഇറാനും സമ്മതിക്കുന്നു. പക്ഷേ തങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല. അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, മധ്യസ്ഥരുണ്ടെങ്കിൽ സംസാരിച്ച് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ മധ്യസ്ഥത ആക്കിയിട്ട് ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നും കാണുന്നില്ല.
അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ എതിരാണ് അമേരിക്ക സംസാരിക്കുന്ന കാര്യം. ഇറാൻ്റെ കൈവശത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ്റെ എയർപോർട്ടിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തത് പാകിസ്ഥാനാണ്. അപ്പോൾ തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട രാജ്യം പോലും തങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ പക്ഷം. ഇനി പാകിസ്ഥാൻ അല്ലാത്ത മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യം ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ഇല്ല എന്നുള്ളതാണ്. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഇടപെടുന്ന രാജ്യമാണ് ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എല്ലാം. ഇവരാരും ഇതിന് തയ്യാറാകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായവരാണ് ഈ രാജ്യങ്ങളെല്ലാം. അവരും സുരക്ഷാ ഭീഷണി നേരിടുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക പൂർണ്ണമായ രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എല്ലാം മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം അമേരിക്കക്ക് അറേബ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അവർ തകർന്നിരിക്കുന്നു. അതിനി പുനരുദ്ധാരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിന് തന്നെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് നേരിട്ട് കൊണ്ട് ഇറാനുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നല്ലാതെ അമേരിക്കയോട് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിനവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികരും കപ്പലും അവരുടെ സംവിധാന കാര്യങ്ങൾ പോലും സുരക്ഷിതമല്ലായിരിക്കെ പിന്നെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു സൈനിക പ്രവർത്തന കാര്യങ്ങളൊന്നും ധൈര്യപൂർവ്വം ഇപ്പോൾ വരുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ടാണ് അവിടെയൊക്കെ പ്രാക്ടിക്കൽ എടുക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അറബി രാജ്യങ്ങളിൽ ഇപ്പോൾ എംബസിയും കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ മേഖല വളരെ കുറവായ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. എമർജൻസി കേസിൽ മാത്രമാണ് എംബസി കോൺസുലേറ്റ് തുടർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഈ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന സംഭവം ഇതിന് മുമ്പുണ്ടായിട്ടില്ല. അവരുടെ എംബസികൾ, വിദേശ മന്ത്രാലയങ്ങൾ സുരക്ഷിതമാക്കാൻ വേണ്ടി അവർക്ക് പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നു. മറ്റൊരു ലോക രാജ്യങ്ങളും തങ്ങളോടൊപ്പം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം. അത് അമേരിക്ക തന്നെ പറയുന്നതിനെ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിൽ അവരെ ഞങ്ങൾ സഹായിച്ചവരാണ്. ഞങ്ങൾക്കൊരു സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അവർ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു. അതായത് ഇറാൻ അനുഭവമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് അമേരിക്ക തന്നെ പരാതി പറയുന്നു. ഏതായിരുന്നാലും ഇതൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ചൈന സഹായിക്കുന്നില്ലെങ്കിൽ ചൈനയുമായി ബന്ധപ്പെട്ട കാര്യം 100%, അതായത് 100% പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ചർച്ചയും വിജയിക്കപ്പെട്ടിട്ടില്ല. തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷി ജിൻപിങ് ട്രംപിനോട് പറയുന്നത്, നിങ്ങൾ ഇറാനിലേക്ക് പിന്നെ പോകാം, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും, ഞങ്ങളുടെ സ്വതന്ത്ര ഭാഗമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ തായ്വാൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനല്ല ഇടപെടുന്നു? അവർക്ക് സുരക്ഷ സംവിധാനം കൊടുക്കുന്നു, അവർക്ക് പ്രതിരോധ സംവിധാനം കൊടുക്കുന്നു, അവർക്ക് ആയുധങ്ങൾ നൽകുന്നു, നിങ്ങൾക്കതിന് അധികാരമില്ല. ആ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും യഥാർത്ഥത്തിൽ സമയമില്ലാത്തൊരു സ്ഥിതിയാണ് ചൈന കാണിച്ചത്. അപ്പോൾ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇറാൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക? ഇറാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കി മാറ്റണം. അപ്പോൾ അതിന് ഷി ജിൻപിങ് പറഞ്ഞിരിക്കുന്ന കാര്യം അത് അവർ തയ്യാറാണ്, പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങൾ ഉപരോധം ഒഴിവാക്കൂ എന്ന് പറഞ്ഞു. ഉപരോധം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല. ഉപരോധം ഒഴിവാക്കിയാണെങ്കിൽ 100 കപ്പലുകൾ അതിലൂടെ പാസ് ചെയ്തു പോകും. ആ സമയത്ത് അതിൽ നല്ലൊരു ശതമാനം കപ്പൽ ഇറാൻ്റേതായിരിക്കും. ഇറാൻ്റെ പതാക പതിക്കാത്ത, ഇറാനാണ് എന്ന് ബോധ്യപ്പെടാത്ത രീതിയിലുള്ള കപ്പലിലൂടെ വലിയ രീതിയിൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അതിന് അനുമതി നൽകുന്നില്ല. അപ്പോൾ ഇതിൽ 5-6 കാര്യങ്ങളൊക്കെ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ചുങ്കം ചുമത്തുന്ന വിഷയങ്ങളെല്ലാം അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ് ചൈനയും അമേരിക്കയും. അതിലൊന്നും ഏകദേശം ഒരു ധാരണ എന്നല്ലാതെ രൂപം ഉണ്ടാക്കി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കരാർ പത്രങ്ങൾ പരസ്പരം കൈമാറാനൊന്നും സാധിച്ചിട്ടില്ല. അവിടെ എത്തിയ സമയത്ത് തന്നെ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടത്. അവർ പറയുന്നു അമേരിക്ക ഉദ്ദേശിച്ച പോലെയുള്ള രീതിയിലൂടെ അല്ല അത് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് വ്യത്യസ്ത ചലനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഹോർമുസിനെ സ്വതന്ത്രമാക്കുന്നതിനപ്പുറമായ രീതിയിൽ അമേരിക്കയുടെ ഒരു മേധാവിത്വം ലോകം അംഗീകരിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പരാജയം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം നടത്തുകയാണ് താല്പര്യം.
പരാജയപ്പെടുകയല്ല, യുദ്ധം തുടരുന്നത് എത്രത്തോളം യുദ്ധം തുടരുന്നോ അത്രത്തോളം ആഭ്യന്തരപരമായിരിക്കുന്ന സംഘർഷവും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കും. ജനങ്ങൾ കൂട്ടായ്മയോട് കൂടി നിൽക്കും. ലോകരാജ്യങ്ങൾ അമേരിക്കക്കെതിരെ നിൽക്കും, ഒരിക്കലും തങ്ങൾക്കെതിരെ നിൽക്കില്ല. തങ്ങൾക്കെതിരെ നിന്നാൽ മുറിവേറ്റ സിംഹത്തെ പോലെയാണ് ഇപ്പോൾ ഇറാൻ എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും, ഏത് തരത്തിലും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ നേതാവ് നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ എല്ലാ നിയന്ത്രണവും അവർക്കില്ലാതായിരിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യത്തെ പേടിക്കണം. ആ പേടിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അവർക്ക് ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, സംവിധാന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ 7 എണ്ണം നഷ്ടപ്പെട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് F-35 ആണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ വിമാനങ്ങളിൽപ്പെട്ട വിമാനത്തിൽപ്പെട്ട 5ാം തലമുറ വിമാനമാണ് ഈ പറയപ്പെടുന്നത്. അത് 7 എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാം ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക എന്നുള്ളതും ഈ യുദ്ധത്തിൽ വിജയിച്ചെടുക്കുക എന്നുള്ളതും അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അമേരിക്ക നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്തുന്നത്. ഇനി ഭാവിയിൽ അത് എന്താവും എന്നുള്ളതാണ് ലോകം നോക്കി നിൽക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.